അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒന്നരായ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, ഇതുപോലെയുള്ള ഏത് വേദികളുടെയും നിറ സാന്നിധ്യങ്ങളായ ഉമ്മമാരെ, സഹോദരിമാരെ, ദീർഘമായൊരു ആമുഖത്തിന് മുതിരാതെ ഇൻഷാ അല്ലാഹ് ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച്, നേരത്തെ അമാനി ഉസ്താദ് ഓർമ്മിപ്പിച്ചതുപോലെ ഈ വേദിയെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന ബുർദ സംഘത്തിൻ്റെയും മറ്റും ആത്മീയ പ്രോഗ്രാമുകളിലേക്ക് വഴിമാറിക്കൊടുക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു ഒരു സാലിഹായ അമലായി ഇത് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. മനുഷ്യരെന്നാൽ ഇതര ജീവിവർഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്. ബുദ്ധിയും ചിന്താശേഷിയും കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ശക്തിയും നന്മയും തിന്മയും തിരിച്ചറിയാനും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ശേഷിയുമൊക്കെയായാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ജന്തു മൃഗങ്ങളെയൊക്കെ പോലെ അലസമായൊരു ജീവിതം നമുക്ക് സാധ്യമല്ല. നമ്മുടെ യുക്തിബോധത്തോടും അള്ളാഹു നമ്മളെ പടച്ച ശരീരത്തിൻ്റെ ശൈലിയോട് പോലും അത് നീതി കാണിക്കുകയുമില്ല. മറ്റു ജീവിവർഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഏതാനും കാലങ്ങൾ അവർ ജീവിക്കുന്നു, ഏതോ ഒരു സന്ദർഭത്തിൽ ജീവൻ വെടിയുകയും ചെയ്യുന്നു. മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ജൈവശാസ്ത്രപരമായി കുറേ കാലം നമ്മൾ ജീവിക്കും, പിന്നെ ഏതോ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈ ലോകം വെടിയേണ്ടിയും വരും. ആത്മീയ രംഗത്ത് വളരെ പുരോഗതി പ്രാപിച്ചിട്ടും പ്രവാചകന്മാർക്കോ അവരിൽ നേതാവായ സയ്യിദുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ മരണമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഒഴിഞ്ഞു മാറാൻ സാധിച്ചിട്ടില്ല. അള്ളാഹു ജീവിതം നീട്ടിക്കൊടുത്ത ചില പ്രവാചകന്മാർ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവരും മരണത്തെ അനുഭവിക്കുക തന്നെ ചെയ്യും. ഭൗതിക രംഗത്ത് വലിയ പ്രസിദ്ധരായ ആളുകളൊക്കെ ഉണ്ട്. 500-ലും അതിലും അധികം കണ്ടെത്തലുകളൊക്കെ നടത്തിയ വലിയ സയന്റിസ്റ്റുകളുണ്ട്, ശാസ്ത്രജ്ഞന്മാർ. വിവിധങ്ങളായ കണ്ടെത്തൽ നടത്തി ജീവിതം മൊത്തം ശാസ്ത്രത്തിനു വേണ്ടി സമർപ്പിച്ച് പല 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 കണ്ടെത്തലുകൾ നടത്തി ജീവിത പുരോഗതിയെ ഇത്രമേൽ ധന്യമാക്കിയ കുറേ സയന്റിസ്റ്റുകളുണ്ട്. അവർക്ക് ആർക്കും അവരുടെ ജീവിതത്തെ എന്നും നീട്ടിയിടാനുള്ള ഒരു കണ്ടെത്തലിനായിട്ടേ ഇല്ല. യഥാസമയം അവരൊക്കെ മരണപ്പെട്ടു. കേരളത്തിൻ്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കുറവ് ആയുർദൈർഘ്യമുള്ളത് മെഡിക്കൽ രംഗത്തുള്ളവർ, ഡോക്ടർമാർക്കും മറ്റും. ഒരു മനുഷ്യരെ കുറിച്ച് പഠിക്കുന്നു, ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുന്നു, ആരോഗ്യത്തുണ്ടാകുന്ന അപഭ്രംശങ്ങളെ കുറിച്ച് പഠിക്കുന്നു, അതിനെതിരെ മരുന്നെഴുതുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ കേരളത്തിൽ ആയുർദൈർഘ്യം വളരെ കുറഞ്ഞ ആളുകൾ മെഡിക്കൽ രംഗത്തുള്ളവരാണ്. എന്ന് വെച്ചാൽ ഭൗതികമായി എത്രമേൽ പുരോഗതി പ്രാപിച്ചാലും മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള മേഖലയിൽ തന്നെ പ്രവർത്തിച്ചാലും ഒന്നും മരണമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറാൻ നമുക്ക് ആർക്കും സാധ്യമേ അല്ല. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം വിശദീകരിക്കുന്ന വളരെയേറെ താത്വിക പ്രാധാന്യമുള്ള ഒരു സൂക്തം സൂറത്ത് ആൽ ഇംറാന്റെ 185-ാമത്തെ വചനം നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. ആ പ്രയോഗം പോലും ശ്രദ്ധേയമാണ്. ദായിഖത്തുൽ മൗത്ത്, മരണത്തെ ടേസ്റ്റ് ചെയ്യും. അതൊരു വലിയ അനുഭവമാണ്. നമുക്ക് ഒരിക്കൽ മാത്രം സാധ്യമായ, പലപ്പോഴും അസഹ്യമായ, എന്നാൽ നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ട് വളരെയേറെ മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ അനുഭവം.
കുറെ മഹാന്മാർ അത് നല്ല നിലയ്ക്ക് ആസ്വദിച്ചു. മൗലാന ഗസാലി തങ്ങൾ മരണത്തെ കാത്തുകാത്തിരുന്നു. തന്റെ ഭാര്യയോട് ഇടപാടുകളെല്ലാം പറഞ്ഞു തീർത്തു. അവസാനം ഇനി നിങ്ങൾ കാണാൻ പാടില്ലാത്ത ചില ആളുകൾ എന്നെ സമീപിക്കാനിരിക്കുന്നു, അതുകൊണ്ട് അകത്തേക്ക് പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് ഭാര്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടുകൂടെ വീടകത്തേക്ക് പറഞ്ഞയക്കുന്നു. എന്നിട്ട് തന്റെ കഫൻ തുണി മറച്ചു വെച്ച് നിസ്കരിച്ച് മോഹം തീർത്ത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അതിവിശുദ്ധിയോടുകൂടെ അവിടുന്ന് മരണത്തെ സ്വീകരിക്കുന്നു. മൗലാന ഗസാലി തങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് പരലോകത്ത് ചെല്ലുമ്പോൾ തയ്യാറാക്കി വെച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട ചില പണ്ഡിതന്മാരും മഹാന്മാരും ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ വഴിയിലും മൗലാന ഗസാലിയുടെ ആത്മാവിനെ കാത്ത് മലാഖമാരിരുന്നു. അവർ പുഷ്പവൃഷ്ടി നടത്തി. അവർ സ്നേഹത്തോടുകൂടെ സ്വീകരിച്ചു. ഞാൻ മൂസാ നബിയെയും ഈസാ നബിയെയും വിളിച്ചിട്ട് ചോദിച്ചു, ഇത്ര മഹാനായ ഒരു പണ്ഡിതൻ നിങ്ങളുടെയൊക്കെ ഉമ്മത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. അവർ പറഞ്ഞു, ഇല്ല. അവരും മഹാനായ ഗസാലി ഇമാമിനെ ആശീർവദിക്കാൻ വേണ്ടി കാത്തിരുന്നു. ബഹുമാന്യരാവുന്ന കോടംബോയ ഉസ്താദിന്റെ വഫയാത്തുൽ അഖ്യാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം കാണാം. അവർ മരണത്തെ ആസ്വദിക്കുകയാണ് ചെയ്തത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവും അவ்விധത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടുന്ന് മരണത്തെ സ്വാഗതം ചെയ്തു. മർഹബല്ലിൽ മൗത്ത് മർഹബല്ലിൽ ഹബീബ്, മരണമേ സ്വാഗതം. മരണത്തിന്റെ മാലാഖയാകുന്ന അസ്റാഈലെ പ്രിയപ്പെട്ട കൂട്ടുകാരാ സ്വാഗതം. ഭീതിയോടുകൂടെ സമൂഹം കാണുന്ന അസ്റാഈൽ എന്ന് പറയുന്ന മാലാഖയെ സുഹൃത്തെ എന്ന് വിളിക്കാൻ മാത്രം അവിടുന്ന് പരലോകത്തെ ഇഷ്ടപ്പെട്ടു. മരണമെന്ന യാഥാർത്ഥ്യത്തെ സ്വീകരിച്ചിരുത്തണം, എങ്കിലേ ഇതുവരെ അധ്വാനിച്ചതിന്റെ ഫലം കിട്ടൂ. അത് അനുഭവിക്കാൻ പരലോകത്തേക്ക് എത്തണം, സ്വർഗരാജ്യം അവകാശമാക്കണം. അതിന്റെ ഒന്നാമത്തെ കടമ്പയാണ് മരണമെന്നവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മരണത്തെ ആസ്വദിച്ചു. മരണത്തിന്റെ മുന്നേ മുആദ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. തന്റെ അവകാശം ചോദിച്ചു വാങ്ങലായിരുന്നു. പടച്ച റബ്ബിനോട് മഹാൻ പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിടത്തോളം ധാരാളമായി സമ്പാദിക്കാൻ പറ്റുമായിരുന്നു, മുന്തിരിത്തോപ്പുകളും ഈത്തപ്പനത്തോട്ടങ്ങളും. പക്ഷെ എന്റെ ബുദ്ധി വൈഭവം വെച്ച് ഞാൻ അതൊന്നും സ്വായത്തമാക്കിയില്ല. മറിച്ച് നിന്റെ ദീന് പഠിച്ചു. നമ്മുടെ ഈ മുതഅല്ലിമീങ്ങളെ പോലെ ദീന് പഠിക്കാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങി. അത് പരമാവധിക്കപ്പുറം ഞാൻ പ്രചരിപ്പിക്കാനും ശ്രമിച്ചു. എന്റെ ബുദ്ധി വൈഭവം ദുനിയാവ് നേടാൻ ഞാൻ ഉപയോഗപ്പെടുത്തിയതേയില്ല. അതുകൊണ്ട് റഹംനി യാ റബ്ബ്, എന്നെ അനുഗ്രഹിച്ചേക്കണം. എനിക്ക് നിന്റെ അനുഗ്രഹം ഇപ്പോൾ ആവശ്യമാണ്, അതെനിക്ക് നൽകിയേക്കണം. കാരണം ഞാൻ എന്റെ ബുദ്ധിയും എന്റെ ശേഷിയും എന്റെ ശക്തിയും നിന്റെ ദീനിന്റെ പ്രബോധന പ്രചാരണത്തിനാണ് ഉപയോഗപ്പെടുത്തിയത്. അല്ലാതെ ദുനിയാവിൽ കുറെ വിഭവങ്ങൾ സ്വരൂകൂട്ടാൻ ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇതും പറഞ്ഞിട്ടാണ് അവിടുന്ന് മരണത്തെ സ്വാഗതം ചെയ്യുന്നത്. മർഹബല്ലിൽ മൗത്ത്, മരണമേ സ്വാഗതം. മർഹബല്ലിൽ ഹബീബ്, മരണത്തിന്റെ മാലാഖയാകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ സ്വാഗതം. ഇങ്ങനെ മരണത്തെ ആസ്വദിച്ച കുറെ ആളുകളുണ്ട്. ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ ടേസ്റ്റ് നോക്കും. മരണത്തിന്റെ ടേസ്റ്റ് സന്തോഷകരമായി അനുഭവിക്കാൻ പറ്റും. ഏത് ടേസ്റ്റും അങ്ങനെയാണ്. ചിലത് നമുക്ക് മാധുര്യമുള്ളതായിരിക്കും, ഇഷ്ടമുള്ളതായിരിക്കും. ചിലത് കയ്പും ചവർപ്പുമുള്ളതായിരിക്കും. മറ്റു ചിലത് എരിവുള്ളതായിരിക്കും. മരണം ഇങ്ങനെയൊക്കെ തന്നെയാകും, പലർക്കും പല രീതിയിൽ. വളരെ ചെറുപ്പത്തിലാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. സയ്യിദന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ അബൂ ലുലയുടെ കുത്തേറ്റ് മരണവക്രത്തിൽ അവിടുന്ന് പലപ്പോഴും ബോധം കെടും. ചിലപ്പോഴേക്ക് അർദ്ധബോധാവസ്ഥയിലാകും, മറ്റു ചിലപ്പോൾ കണ്ണു തുറക്കും. ഈ ഒരു സന്ദർഭത്തിൽ കുറെ കൂട്ടുകാർ ചെന്ന് ഒരു പ്രത്യേകമായ കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അമീർ മുഅ്മിനീൻ, ഞങ്ങളെ നയിക്കാൻ, ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരു അമീറിനെ നിശ്ചയിച്ച് അങ്ങ് വിട വാങ്ങിയാലും. സയ്യിദന ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ഇത്തിരി നേരം കണ്ണടച്ചിരിക്കുന്നു. പിന്നെ മഹാനുഭാവൻ അവരോട് പറയുന്ന പ്രത്യേകമായൊരു വാക്കുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുആദ് ബിൻ ജബൽ മരണപ്പെട്ടല്ലോ. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അമീറായി ഞാൻ അദ്ദേഹത്തെ നിയമിക്കുമായിരുന്നു. എന്നിട്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ പോയിട്ട് ഞാൻ പറയും, റബ്ബേ, നിന്റെ ദീൻ ഏറ്റവും വിശുദ്ധമായ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കരങ്ങളിൽ ഏൽപ്പിച്ചാ ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്ന്.
പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടി ആലോചിച്ച് തീരുമാനിക്കണം. ഇത്രമേൽ രണ്ടാം ഖലീഫയെ സ്വാധീനിച്ചു മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മറ്റു ചില മരണങ്ങളുണ്ട്, നമുക്കറിയാം. വല്ലാതെ നരകിച്ചു ബുദ്ധിമുട്ടി, ഭീകരരൂപികളാകുന്ന മാലാഖമാരെ കണ്ട് ഭയന്ന് വിറച്ച് രക്ഷപ്പെടാൻ പലവിധത്തിൽ ശ്രമം നടത്തി. ഗത്യന്തരമില്ലാതെ ഗതികേട് കൊണ്ട്, നിവർത്തികേട് കൊണ്ടാണ് മരണത്തെ സ്വീകരിക്കേണ്ടി വരുന്നവർ. ഏത് വിധത്തിലായാലും എല്ലാ ആത്മാക്കളും ഇതിനെ സ്വീകരിക്കേണ്ടി വരും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളോടനുബന്ധിച്ചാണ്, അതിനുശേഷമാണ്, അന്നാണ് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് കൃത്യമായ ഫലം ലഭിക്കാനുള്ളത്. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ഖുർആൻ ഈ സൂക്തത്തിൽ വിശദീകരിക്കുന്നത് വമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരാണ് നരകത്തിൽ നിന്ന് ദൂരെയാവുന്നത്? അപ്രകാരം സ്വർഗത്തിൽ പ്രവേശം ആർക്കാണ് സാധ്യമാകുന്നത്? ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം അതാണ്. അത് മനസ്സിലാക്കിയാണ് നമ്മൾ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നത്. അത് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ വിജ്ഞാനത്തിന്റെ വേദിയിലേക്ക്, മദ്ഹിന്റെ സദസ്സിലേക്ക് കടന്നു വന്നത്. ഇത് മനസ്സിലാക്കിയാണ് നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും ആബാലവൃദ്ധം ഈ പരിസരത്തൊക്കെ തടിച്ചുകൂടിയിരിക്കുന്നത്, ആഖിറത്തിനെ ഓർക്കുന്നത് കൊണ്ട്, മരണം എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നത് കൊണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും പറയുമ്പോൾ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഇങ്ങനെ പ്രയോഗിക്കുന്നത് കാണാം. പല കാര്യങ്ങളും പറയുമ്പോൾ മൻ കാന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഇങ്ങനെ പ്രയോഗിക്കുന്നത് കാണാം. അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ, അതേ പ്രകാരം പരലോകത്തെ വിശ്വസിക്കുന്നവർ, ഈ രണ്ട് വിശ്വാസം മനുഷ്യനിൽ എപ്പോഴൊക്കെ നിലനിൽക്കുന്നോ അപ്പോഴൊക്കെ അവൻ സദ്വൃത്തിയെ ചെയ്യൂ, നല്ല കാര്യങ്ങളെ ചെയ്യൂ. ഒരിക്കലും അപഹരിക്കൂല, ഒരിക്കലും മതവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യൂല. എത്ര പ്രലോഭനങ്ങളുണ്ടെങ്കിലും മദ്യപാനം അവൻ നടത്തില്ല. ഏത് നിമിഷവും ജീവിതം നഷ്ടപ്പെടാനുള്ളതാണെന്നും പടച്ച റബ്ബിന്റെ നീതിയുക്തമായ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയനാവേണ്ടി വരുമെന്നും റബ്ബിനെ കാണേണ്ടി വരുമെന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യേണ്ടി വരുമെന്നും, ഖബർ, മഹ്ശർ, സുറാത്ത്, മീസാൻ, സാധാരണഗതിയിൽ നമുക്കൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്ന കുറെ ഘട്ടങ്ങൾ, ഇതൊക്കെ തരണം ചെയ്യേണ്ടി വരുമെന്ന് ആഖിറത്തിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ ബോധമുണ്ടാകും. അതുകൊണ്ട് അവൻ നല്ലവനായി മാത്രം ജീവിക്കും, മാതാവിനെയും പിതാവിനെയും ആദരിക്കും, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യും. ലഹരിയുടെ പ്രലോഭനങ്ങൾ ചുറ്റുഭാഗത്തു നിന്നുണ്ടെങ്കിലും അവൻ ബോധപൂർവം അതിൽ നിന്ന് മാറി നിൽക്കും. ആധുനികമായ കുറെ പളവളപ്പുകളുണ്ട്. മനുഷ്യനെ ദുന്യാവിൽ നശിപ്പിച്ചു കളയുന്ന, പരലോകത്ത് അതിന്റെ ഫലം തിക്തമായി അനുഭവിക്കേണ്ടി വരുന്ന, മനുഷ്യനെ ദുന്യാവിലും ആഖിറത്തിലും തോൽപ്പിച്ചു കളയുന്ന കുറെ അലങ്കാരങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കുന്നവർ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കും. ഏത് കൂട്ടുകാരൻ പറ്റിച്ചാലും അവൻ ലഹരിയിലേക്ക് പോകൂല. നമ്മുടെ കാലത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചാൽ വല്ലാത്ത ദൈന്യത നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ, വിഷമം പിടിച്ചൊരു കാലത്താണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ ലഹരിയുടെ ഹബ്ബായി നമ്മുടെ നാട് മാറുന്നു. ഏതുവിധ ലഹരിയും ചെറിയ കുഞ്ഞിന് പോലും നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്നു. വലിയ മെട്രോ സിറ്റികളിലേക്കൊന്നും പോകേണ്ട, ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഹരിയുടെ സുലഭമായ ലഭ്യതയുണ്ട്. ചെറിയ ചെറിയ മക്കൾ പോലും അതിന്റെ കരിയർമാരും വിതരണക്കാരുമായി പ്രവർത്തിക്കുന്നുണ്ട്. നന്നായിട്ട് ദീനീപരമായി ചിട്ടയിൽ വളർന്നു, അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച് സ്നേഹിച്ച്, പരലോകത്തെക്കുറിച്ച് ദൃഢമായ വിശ്വാസം വെച്ച് ഇൽമിൽ നിരവധിയായ രീതിയിലുള്ള പുരോഗതികൾ സൃഷ്ടിച്ചാൽ, നിരന്തരമായി പഠിച്ചാൽ, ദീനിലേക്ക് അടുത്തടുത്ത് വന്നാൽ മാത്രം രക്ഷപ്പെടാൻ പറ്റും വിധം നമ്മുടെ നാടാകെ മലിനമായി കൊണ്ടിരിക്കുക. ഇത് ഞാൻ വിസ്തരിച്ച് പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല. കണ്ണു തുറന്ന് കാത് കൂർപ്പിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ഈ ആഴ്ചയിൽ നമ്മൾ കേട്ട 3-4 വാർത്തകൾ എത്രമേൽ ഭീതിതമാണ്. സ്വന്തം ഉമ്മയേർത്ത ആഷിക്കെന്ന 25-കാരൻ താമരശ്ശേരി ഭാഗത്തുണ്ട്. എത്ര വൃത്തികെട്ട രീതിയിലാണ് അവൻ ഉമ്മയെ കൊന്നുകളഞ്ഞത്. ഒരു പ്രത്യേകമായ പ്രകോപനത്തിൽ എടുത്തുചാടി ഒരു ദേഷ്യം എടുത്ത് ആ ഉമ്മയെ കൊന്നതല്ല.
ക്യാൻസർ രോഗിയായി സർജറി കഴിഞ്ഞ് അനങ്ങാൻ പോലും കഴിയാതെ തൻ്റെ അനുജത്തിയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന ഉമ്മയെ കൊല്ലാൻ വേണ്ടി അടുത്ത വീട്ടിൽ പോയി വലിയ കത്തി സംഘടിപ്പിക്കുന്നു ഈ ആഷിഖ്. അവരോട് തേങ്ങ പൊതിക്കാനുണ്ട് എന്നാണ് പറയണത്. ആ വലിയ കത്തിയും കൊണ്ട് വന്നിട്ട് ഉമ്മനെ അറുത്ത് പാകപ്പെടുത്തി, നമ്മളൊക്കെ കോഴി അറുത്താൽ ചെയ്യുന്നത് പോലെ പുറത്ത് ടാപ്പിൽ കൊണ്ടുപോയി കത്തി കഴുകി വൃത്തിയാക്കുന്നു. പെട്ടെന്നുള്ള ഒരു പ്രലോഭനത്തിൽ ചെയ്തതല്ലെന്നർത്ഥം. എന്നിട്ട് ഉത്തരവാദിത്വ ബോധം കാണിച്ചുകൊണ്ട് ആ കത്തി അവൻ കടം മേടിച്ച വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നു. എന്തിനാ കൊന്നത്? ആഷിഖ് വിശദീകരിക്കുന്നുണ്ട്, എനിക്ക് ജന്മം നൽകിയതിന്. ഈ ഉമ്മമാരുടെ ഹൃദയം പൊട്ടും. നമുക്കൊക്കെ ജന്മം നൽകാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളുടെ പരമ്പരയുണ്ട്, ഒന്നല്ല, ഒരു ശൃംഖല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ആർദ്രത കാണിക്കേണ്ടത് ആരോടാണ്? സയ്യിദുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നിന്റെ ഉമ്മയോടൊന്ന് പറയുന്നു. അവിടുന്ന് ആലോചിച്ച് കാണണം. 9 മാസവും 10 ദിവസവും ഉമ്മ ഓരോരുത്തരെയും ഗർഭം ചുമന്ന് നടന്നതിന്റെ പ്രയാസങ്ങൾ. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാൻ വരും. പ്രത്യേകമായ രോഗങ്ങൾ ഉണ്ടാവും, പൈൽസും ഷുഗറും വെരിക്കോസിൽ വൈനും. തല ചുറ്റിക്കൊണ്ടിരിക്കും, അന്നം പിടിക്കൂല, ചില സ്മെല്ല് കേൾക്കാൻ പോലും കഴിയില്ല. വേദന പല ഇടങ്ങളിലായിട്ടുണ്ടാകും, പല വിധങ്ങളിലായിട്ട് അനുഭവിക്കേണ്ടി വരും. 1, 2, 3 ദിവസങ്ങളോ മാസങ്ങളോ അല്ല, 9 മാസവും 10 ദിവസവും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വലിയ സേവനത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ ഉമ്മയോടാണെന്ന് പറയുന്നു. ആഗതൻ പിന്നെയും അന്വേഷിച്ചു, ഞാൻ പിന്നെ ആരോട് കാണിക്കണം സ്നേഹവും ഏറ്റവും കൂടുതൽ ബന്ധവും ആർദ്രതയും? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പോയിന്റ് കൂടെ പറയുന്നു, നിന്റെ ഉമ്മയോട്. നമ്മളെല്ലാവരും ഈ ഭൂലോകത്തിന്റെ വിശാലതയിലേക്ക് കടന്നു വരാൻ നമ്മുടെ മാതാക്കൾ സഹിച്ച ഗംഭീരമായൊരു വേദനയുണ്ട്, പ്രസവ വേദന. നമ്മുടെ പരിസരത്തുള്ള ഉമ്മമാരതിങ്ങനെ കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ അതിൻ്റെ എല്ലാ അനുഭൂതികളും നിറയുന്നുണ്ടാകും. സാധാരണഗതിയിൽ ശാസ്ത്രരംഗത്ത് ചില തർക്കങ്ങളുണ്ട്. വേദനയ്ക്ക് മാപ്പിനി നിർണ്ണയിക്കാൻ പറ്റുമോ, വേദനയെ അളക്കാൻ പറ്റുമോ എന്നൊക്കെ ശാസ്ത്രരംഗത്ത് ചില തർക്കങ്ങളുണ്ട്. എന്നാലും ഒരു വിഭാഗം സയന്റിസ്റ്റുകൾ പറയുന്നു, വേദനയ്ക്കൊരു മാപ്പിനി, അതിനാണ് ഡൽ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 45 ഡൽ വേദന സഹിക്കുമ്പോൾ ആരോഗ്യമുള്ള ഒരു പുരുഷൻ പോലും ബോധം കെട്ടുപോകും. പക്ഷേ ഒരു പ്രസവത്തിൽ 50 ഡൽ വേദന സഹിക്കുന്നു നമ്മുടെ ഉമ്മമാർ.
അത്രമേൽ കഠിനമായ വേദന സഹിച്ചിട്ട് ഉമ്മ ബോധം കെടുന്നില്ല. എന്താ കാര്യം? തൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞിനൊന്ന് കാണണം. ഞാനങ്ങനെ ബോധം കെട്ട് കടന്നാൽ പറ്റൂല എന്ന് ഉമ്മയുടെ ഉപബോധ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പിന്നെയും ചോദിക്കുന്നു, ഇനി ഞാൻ ആരോടാണ് ആർദ്രത കാണിക്കേണ്ടത്? മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ഉമ്മയ്ക്ക് തന്നെ മാർക്കിട്ട് കൊടുക്കുന്നു. 2 വർഷവും അതിലേറെയും കണ്ണു തെറ്റാതെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ഉമ്മ നടത്തുന്ന വലിയ ത്യാഗമുണ്ട്, സഹനമുണ്ട്, അധ്വാനമുണ്ട്. ഇത് പരിഗണിക്കാതെ വയ്യ. 3 പ്രാവശ്യവും ഉമ്മയ്ക്ക് മാർക്കിട്ട് കൊടുക്കുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അദ്ദേഹം പിന്നെയും ചോദിക്കുന്നുണ്ട്, ഇനി ആരോടാണ്? ആ സമയത്ത് നമ്മെ വളർത്താൻ, നമ്മെ ഗർഭം ചുമക്കാൻ, നമ്മെ പ്രസവിച്ച് സംരക്ഷിച്ച് വളർത്താൻ ഉമ്മക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന പിതാവിനെ അവിടുന്ന് പറയുന്നു നിന്റെ ഉപ്പയോട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിന്റെ 20 മുതൽ 25 വരെയുള്ള 6 വചനങ്ങൾ പ്രത്യേകമായ രീതിയിലാണ് ആരംഭിക്കുന്നത്. വമിൻ ആയാതിഹി. അവിടെ മാത്രമേ പരിശുദ്ധ ഖുർആനിൽ 6 വചനങ്ങൾ ഒരുപോലെ തുടർച്ചയായി ആരംഭിക്കുന്നുള്ളൂ. അതിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അള്ളാഹു നമ്മളെ പടച്ചു എന്ന വലിയ നിഅമത്തിനെ കുറിച്ചാണ്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് ഇണകളെ പടച്ചു തന്നതിനെ കുറിച്ചാണ്. എന്താ നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് ഇണകളെ പടച്ചതിന്റെ പ്രത്യേകത? മനുഷ്യൻ ജനിച്ചു വീഴുമ്പോ പിതാവിൻ്റെയും മാതാവിൻ്റെയും ബുദ്ധി വികാസത്തിന്റെ 1% പോലും കുട്ടിക്ക് വർധനവുണ്ടാവൂല, അല്ലെങ്കിൽ വികാസം ഉണ്ടാവൂല. മറ്റ് ജന്തുക്കൾ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ആട്ടിന്റെ കുഞ്ഞ് പ്രസവിച്ച് വീഴുന്നതോടുകൂടെ തന്നെ മെല്ലെ മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു, തള്ളയാടിന്റെ പാല് കുടിക്കുന്നു, പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് തളിരിലകളൊക്കെ തിന്നാൻ തുടങ്ങുന്നു, നമ്മുടെ മക്കളോടൊപ്പം ഓടിച്ചാടി നടക്കുന്നു. ഒരു 2-3 ദിവസം ആകുമ്പോഴേക്ക് ഏകദേശം സ്വയം പര്യാപ്തതയിലേക്ക് അതെത്തുന്നു. മനുഷ്യക്കുട്ടിക്ക് അത് സാധ്യമേയല്ല. ജനിച്ച ഉടനെ മാതാവങ്ങാനും കുട്ടിയെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മരിക്കുകയല്ലാതെ അതിന് മറ്റൊരു മാർഗവുമില്ല. ഒരു 2 വർഷം പാല് കൊടുത്ത് വളർത്തിയതിന് ശേഷം ഒരു മാതാവ് കുഞ്ഞിനെ ഉപേക്ഷിച്ചാലോ, വേറെ ആരും സംരക്ഷിക്കാനില്ലെങ്കിൽ ആ കുട്ടി പിന്നെയും മരിച്ചു പോകും. എന്ന് വെച്ചാൽ സ്വയമായി ജീവിക്കാനുള്ള ഒരു പക്വതയിലേക്ക് അപ്പോഴും ആ കുട്ടി എത്തുന്നില്ല. മനുഷ്യ ശിശുവിന്റെ വളർച്ച, തലച്ചോറിന്റെ വികാസം പൂർത്തിയാവണമെങ്കിൽ ടീനേജിലേക്ക് എത്തണം, 13-ാമത്തെ വയസ്സിലേക്ക് എത്തണം. അതുവരെയും കുട്ടിക്ക് തീർച്ചയായും മാതാവിന്റെ പരിചരണം വേണം. ഭാഷ പഠിപ്പിക്കണം, മദർ ടങ് എന്നാണ് നമ്മൾ പറയാ, മാതൃഭാഷ. ശൈലി പഠിപ്പിക്കണം, ജീവിതം പഠിപ്പിക്കണം, എങ്ങനെയാണ് വളരേണ്ടതെന്ന് കുട്ടിക്ക് പഠിപ്പിക്കണം. കൂടെ നിന്ന് ഈ മാതാവ് കുട്ടിയുടെ ഏറ്റവും നല്ല ഉസ്താദും ടീച്ചറുമായി മാറണം. അതിന് മാതാവിന് സൗകര്യം കിട്ടണമെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് അവർക്ക് വേണ്ട വിഭവങ്ങളെല്ലാം സ്വരൂകൂട്ടാനും അധ്വാനിച്ച് സമ്പത്ത് നേടാനും ഒരു പിതാവുണ്ടാവണം. കുടുംബപരമായി ജീവിക്കാനാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ പോലും പടച്ച റബ്ബ് നമുക്ക് അവസരം നൽകിയിട്ടുള്ളത്. കുടുംബമില്ലാതെ ഒറ്റയ്ക്ക് ഇന്നൊക്കെ കാണുന്ന പോലെ ആർഭാടം നടത്തി, താന്തോന്നിത്തം നടത്തി ജീവിക്കാൻ സൃഷ്ടിപരമായിട്ട് തന്നെയും അള്ളാഹു നമ്മെ സംവിധാനിച്ചിട്ടില്ല. നമുക്ക് അത്തരം ഒരു അനുമതി നൽകിയിട്ടില്ലെന്നർത്ഥം. മാതാവിൻ്റെയും പിതാവിൻ്റെയും സമ്പൂർണ്ണ സഹകരണത്തിൽ വളർന്നു വരണം മക്കൾ. ആത്മീയമായ വിദ്യാഭ്യാസം നൽകണം, മതപരമായ വിദ്യാഭ്യാസം നൽകണം. ഈ പരിസരത്ത് മുഴുവൻ വിവിധങ്ങളായ സ്ഥാപനങ്ങളാണ് നമുക്കറിയാം. ഭൗതികമായ വിജ്ഞാനത്തെ പരിശുദ്ധ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മഅദിൻ അക്കാഡമിയുടെ കീഴിൽ വിവിധങ്ങളായ സ്ഥാപനങ്ങളുള്ളത്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റും വിധത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ തന്നെയും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ മക്കളൊക്കെ മനുഷ്യരായി വളരണം. ജനിപ്പിച്ചു എന്നതിന് ശിക്ഷയായിട്ട് ഉമ്മനെ അറുക്കുന്ന ആഷിക്കുമാരാവരുത്. കേരളത്തിൽ 4 കാലിലാണ് ചെറുപ്പക്കാർ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ദുര്യോഗമാണിത്. മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുന്നു. മദ്യത്തിരിയൊന്നുമല്ല, എല്ലായിടങ്ങളിലും മദ്യം സുലഭമാണ്. ഇത്തിരി കുറവുണ്ടോ എന്ന് തോന്നുന്നത് കൊണ്ട് ഗവൺമെന്റ് സ്വന്തം മദ്യം നിർമ്മിക്കാൻ വേണ്ടി പാലക്കാട് ഫാക്ടറി തുടങ്ങാനുള്ള തിടുക്കത്തിലാണ്. മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ ഗംഭീരമായ ഹബ്ബാണ് നമ്മുടെ കേരളം.
കോടിക്കണക്കിന് രൂപയുടെ രാസമയക്കുമരുന്നുകൾ കേരളത്തിൽ ദിനംപ്രതിയെന്നോണം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുമക്കൾ മുതൽ വൃദ്ധർ വരെ അതിന്റെ അഡിക്റ്റുകളാകുന്നു. 4 ദിവസം മുന്നെയാണ് വളാഞ്ചേരിക്കാരനാകുന്ന നിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ചാനലിന്റെ മുന്നിൽ വന്ന് അരമണിക്കൂർ തന്റെ ജീവിത കഥ പറഞ്ഞത്. 23 വയസ്സ് വരെ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത കുട്ടിയായിരുന്നു അവൻ. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവന്റെ കൂട്ടുകാരോടൊപ്പം കോഴിക്കോട് കടപ്പുറം കാണാൻ പോയി. മുംബൈയിലേക്കല്ല, റെഡ് സ്ട്രീറ്റിലേക്കല്ല, 25,000 ചില്ലാനം ഔദ്യോഗിക വേഷകൾ പ്രവർത്തിക്കുന്ന കൽക്കത്തയിലെ സോണാഗച്ചിയിലേക്കല്ല, നമ്മുടെ കോഴിക്കോട്ടേക്ക്. കടപ്പുറത്ത് കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാർ അവനെ സമ്മർദ്ദം ചെലുത്തി. ഒരു നല്ല സാധനം ഉണ്ടൊന്ന് ഉപയോഗിച്ച് നോക്കിക്കൂടെ എന്നും പറഞ്ഞിട്ട് പരമാവധി ആ പയ്യൻ അതിൽ നിന്ന് മാറി നിന്നു. വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഒരു വട്ടം ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവര് പിറകെ കൂടിക്കൊണ്ടേയിരുന്നു. നല്ല ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞു. തന്റെ ജീവിതത്തിൽ ഏറ്റവും ദുർബലമായൊരു നിമിഷത്തിൽ ആ നിസാം ഒരിത്തിരി ആ സാധനം ഉപയോഗിക്കുന്നു, MDMA. ആ കുട്ടി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഒരൊറ്റ ഉപയോഗത്തോടു കൂടെ ഞാൻ അതിന്റെ അഡിക്റ്റായി മാറി. എനിക്കത് കിട്ടാതെ വയ്യാത്തൊരവസ്ഥ വന്നു. ഞാൻ വയനാട്ടിലേക്ക് പോയി, മേടിച്ചു കൊണ്ടുവന്നു. പലപ്പോഴും കൊച്ചിയിലേക്ക് പോയി, അവിടുന്ന് സാധനം എത്തിച്ചു. എല്ലാ ദിവസവും അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വന്നു. ആദ്യം 2000-നും 3000-നും തന്നിരുന്നവർ പിന്നെ 5000 ആക്കി, പിന്നെ 10000 ആക്കി. ഒരൊറ്റ ഉപയോഗത്തിന് 25,000 രൂപ വരെ ഞാൻ കൊടുക്കേണ്ടി വന്നു. കാരണം അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ഈ വിൽപ്പനക്കാർ മനസ്സിലാക്കി. എനിക്ക് പണം സ്വരൂപം കൂട്ടാൻ ഒരു മാർഗമല്ലാതെ വന്നു. ഇതാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ അതിന്റെ വിൽപ്പനക്കാരനായി. എന്നെ ശ്രവിക്കുന്ന ഉമ്മമാർ അറിയണം, എന്നെ ശ്രവിക്കുന്ന സഹോദരിമാരും രക്ഷിതാക്കളും അറിയണം. അവൻ അതിന്റെ വിൽപ്പനക്കാരനായി മാറിയപ്പോ അവനിൽ നിന്ന് ഈ MDMA എന്ന രാസമയക്കുമരുന്ന് വാങ്ങുന്ന ഡോക്ടർമാരുണ്ടായി. ദമ്പതികൾ വന്നു വാങ്ങി, ഭാര്യയും ഭർത്താവും വന്ന് ഒന്നിച്ചു മേടിച്ചു കൊണ്ടുപോയി. അവനിൽ നിന്ന് സ്ഥിരമായി വാങ്ങുന്ന ചെറുപ്പക്കാരൻ ഒരു പെണ്ണുമായി വന്നു. സ്വാഭാവികമായി അവൻ ചോദിച്ചത് ഭാര്യയാണോ, അല്ല പെങ്ങളാണെന്ന് പറഞ്ഞു. ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് വന്ന് MDMA വാങ്ങുന്ന ലോകം നമ്മുടെയൊക്കെ കാലത്ത്, നമ്മുടെയൊക്കെ പരിസരത്ത് സൃഷ്ടിക്കപ്പെട്ടു. എന്തൊരു വിഷമം! ഇതിന്റെ അടിസ്ഥാനം വരെ പോകാനും അതിന്റെ മൺസറാവുകളെ പൊക്കാനും ഇവിടെ സംവിധാനങ്ങളില്ല എന്ന് തോന്നുന്നു. മദ്യം പോരാത്തതിന് പിന്നെയും പിന്നെയും മദ്യശാലകളും മദ്യനിർമ്മാണ ഫാക്ടറികളും തുറക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ചാനലുകാരും മറ്റും അതിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മദ്യം ഒഴുകുന്നതല്ല അവരുടെ പ്രശ്നം. മയക്കുമരുന്നിന്റെ ഹബ്ബായി കേരളം മാറുന്നതല്ല അവരുടെ പ്രശ്നം. പണ്ടങ്ങാണ്ട് ആരൊക്കെയോ വിമർശിച്ചിട്ട ചില വിസർജ്യങ്ങൾ എടുത്തുകൊണ്ട് മരിച്ചുപോയാൽ സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞവര് ഇവിടെ വെച്ച് ഭയങ്കരമായ ചർച്ച നടത്തുകയാണ്. എന്നോ മരിച്ചുപോയാൽ സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴകൾ ഉണ്ടാവുമല്ലോ, സ്വർഗത്തിൽ ഹൂറികൾ ഉണ്ടാവുമല്ലോ. അവരുടെ ഭയങ്കര വിഷമപ്പതാണ്. കേരളം മൊത്തം മദ്യത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നത്, 4 കാലിൽ മാത്രം നടക്കാൻ കഴിയുന്ന തലമുറ രൂപപ്പെടുന്നത്, മാതാവും പിതാവിനെയും ഒരു ബന്ധവുമില്ലാത്ത, ഒരു ബാധ്യതയുമില്ലാത്ത, തന്റെ മയക്കുമരുന്നിന്റെ അന്തം വിട്ട ലോകത്ത് മാത്രം ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവുന്നത്. അതല്ല പ്രശ്നം. കൂട്ടായിട്ട് അതിനെതിരെ ശ്രമം നടത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ മരിച്ചുപോയാൽ സ്വർഗത്തിൽ മദ്യപ്പുഴ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇത്ര തലതിരിഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം. അവരുടെ കൂട്ടുകാരെ പരിശോധിക്കണം. പക്ഷെ ഖുർആൻ സൂറത്തുൽ ഇസ്രായിന്റെ 23-ാമത്തെ വചനത്തിൽ 2 കൈയും കടിച്ചിട്ട് പരലോകത്ത് വിഷണ്ണരായി വിലപിക്കുന്ന ഒരു ടീമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളിങ്ങനെ ഒയന്ന് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വിരല് കടിക്കുക. അല്ലാതെ ഒയന്ന് നിൽക്കുമ്പോ ഇത് 2 കൈയും കടിക്കുന്നതാണ്. യൗമയഉദ്ദുല്ലാലിമു അലാ യദൈഹി, 2 കൈയും കടിക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞു തന്നതുപോലെ ജീവിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് അവർ വിലപിച്ചുകൊണ്ടിരിക്കും. യാ ഹസ്റത്ത, എന്തൊരു നഷ്ടം! ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എന്റെ കൂട്ടുകാരനെ, നന്നായ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്താൽ എത്ര നന്നായിരുന്നു. എന്നെ പഴപ്പിച്ച, കടപ്പുറത്തേക്ക് കാറ്റുകൊള്ളാൻ കൊണ്ടുപോയ ആ ഒരു ദുർബല നിമിഷത്തിൽ നിരന്തരമായി പ്രേരിപ്പിച്ച് MDMA അഡിക്റ്റാക്കി മാറ്റിയ ആ കൂട്ടുകാരനെ ഞാൻ എൻ്റെ സുഹൃത്തായി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. ഫഖദ് അളല്ലനി അൻ ദിക്രി ബഅദ ഇദ് ഹദാനി. സത്യം ബോധ്യപ്പെട്ടിട്ടും
മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും മദ്യം മനുഷ്യനെ നശിപ്പിക്കുമെന്ന ബോധമുണ്ടായിട്ടും ഞാൻ അവന്റെ ഷെറിൽ പെട്ടുപോയി എന്ന് രണ്ട് കൈയും കടിച്ച് വിലപിക്കുന്ന വളരെ സങ്കീർണമായ ഒരു നിമിഷത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട യുവാക്കളെ, ഒരൊറ്റ ദുർബല നിമിഷം മതി നമ്മുടെ ദുനിയാവും ആഖിറവും ഒന്നിച്ച് ബാത്തിലായി പോകാൻ. അത് ഹോസ്റ്റലിൽ നിന്ന് സംഭവിക്കാം, ടൂർ പോകുമ്പോൾ സംഭവിക്കാം, ഗാനമേളകളുടെ അവസാനം വെച്ച് ഗാനമേള 100% സക്സസ് ആയി എന്നതിന് തെളിവായി ഭയങ്കരമായ തല്ലും കസാരയേറും ട്യൂബ് പൊട്ടിക്കലൊക്കെ നടക്കുമ്പോൾ അതിനിടയിൽ സംഭവിക്കാം. ഒരൊറ്റ പ്രാവശ്യം MDMA എന്ന് പറയുന്ന സാധനം മൂക്കിലൂടെ അകത്തെത്തിക്കഴിഞ്ഞാൽ അതോടുകൂടെ അഡിക്റ്റായി എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അത് സംബന്ധമായി പഠനം നടത്തിയ വിദഗ്ധരൊക്കെ പറയുന്നത്. ഒരൊറ്റ പ്രാവശ്യം കുറേ വലിച്ചുകൊണ്ടിരിക്കണ്ട. അത് മൂക്കിൽ ആരെങ്കിലും തേച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പോലും പറ്റൂല. കാരണം അതിന് സ്മെല്ലില്ല. വായിലൂടെ തന്നാലും അറിയില്ല, അതിന് ടേസ്റ്റും ഇല്ല. വെള്ളത്തിൽ കലക്കി തന്നാൽ അതുകൊണ്ട് കളറ് മാറൂല. ടേസ്റ്റും കളറും സ്മെല്ലും ഇല്ലാത്തൊരു സാധനം എങ്ങനെയും ആരെയും പറ്റിച്ച് അതിൻ്റെ അടിമയാക്കി മാറ്റാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവേണ്ടത്. പ്രസ്ഥാന ഭേദങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം കളയുന്നതിന് പകരം നമ്മുടെ ആത്യന്തികമായ യാത്രയെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ പരലോകത്ത് എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. പരലോകം എന്തിന്? സ്വന്തം ഉമ്മയെ അറുക്കുന്ന മോൻ രൂപപ്പെടാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിൽ എന്ത് വേണമെന്ന് ആലോചിക്കേണ്ടത്. നമ്മളോട് അള്ളാഹു അല്ലാതെ ചോദ്യം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഏത് വിദ്യാഭ്യാസവും നമുക്കാവും വിധം പഠിക്കാനുള്ള ആത്മീയ സൗകര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ഒത്ത സെന്ററിൽ വെച്ചാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത്. മഅദിൻ അക്കാദമി വല്ലാത്തൊരു അനുഗ്രഹം. നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റിയെടുത്ത സ്ഥാപനമാണത്. നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ മാറ്റി എഴുതിയ ഒരു മഹാപ്രസ്ഥാനമാണത്. കേവലം ഒരു സ്ഥാപനം എന്നതിൽ നിന്ന് ഒരു വടവൃക്ഷമായി വളർന്നു, പിന്നെ സമൂഹത്തിന്റെ ആശാകേന്ദ്രമായി മാറി, വ്യത്യസ്തങ്ങളായ പുരോഗമനാത്മകമായ ഇരുലോകത്തും വിജയത്തിന് പര്യാപ്തമായ നിരവധി സംരംഭങ്ങളുടെ സമുച്ചയം. അതിന്റെ ഒറ്റപ്പേരാണ് മഅദിൻ അക്കാദമി. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഓരം ചേർന്ന് നിൽക്കുന്നത്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ദൂരെ നിൽക്കുന്നവരല്ല എന്നെ ശ്രവിക്കുന്നവരാരും. മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചാണ് നാം ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000-ഓളം ആളുകളെ മദ്യത്തിന്റെ ഇരുണ്ട ഗർത്തത്തിൽ നിന്ന് ജീവിതത്തിന്റെ പുഷ്കലതയിലേക്ക് വലിച്ചു കൊണ്ടുവന്ന, നിരന്തരമായി പിറകെക്കൂടി അവരെ ജീവിതത്തിന്റെ വിജയ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ട നമ്മുടെ ഈ ലഹരി വിമുക്ത കേന്ദ്രം പോലും മഅദിനിന്റെ കീഴിലുണ്ട്. നിങ്ങളത് പരിചയപ്പെട്ടിട്ടുണ്ടാവും. ദൂരന്ന് കണ്ട പരിചയം എനിക്കുള്ളൂ, നിങ്ങൾ അനുഭവിച്ചവരായിരിക്കും. പക്ഷേ ഇത്തിരി പേരൊക്കെ അവിടെ കൊണ്ടുവന്നൊരു അനുഭവം എനിക്കുണ്ട്. കോട്ടയത്തുള്ള ഒരാൾ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ലേ, അദ്ദേഹത്തെ ഞാൻ ആ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അന്ന് ആ സ്ഥാപനം ഒരു അറ്റകുറ്റപ്പണിയുടെ കാരണത്താൽ ലീവിലായിരുന്നു, പൂട്ടിയിരിക്കുകയായിരുന്നു. തൽക്കാലം അങ്ങോട്ട് തന്നെ കോട്ടയത്തിലേക്ക് തന്നെ തിരിച്ചുവിടാം എന്ന് ഞാൻ വിചാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ സങ്കടത്തോടുകൂടെ വിളിച്ചു പറഞ്ഞൊരു വാക്ക് എനിക്ക് മറക്കാൻ പറ്റണില്ല. ഉസ്താദേ, മൂപ്പരെങ്ങടെന്നെ വിടുകയാണെങ്കിൽ ഇവിടെ എത്തുന്നതിന്റെ മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ സ്ഥാപനം പൂട്ടിയത് അവർക്ക് അറിയേണ്ട കാര്യമില്ല. നിരന്തരമായി ശല്യം ചെയ്യുന്ന, മക്കളെ പീഡിപ്പിക്കുന്ന, ഒരു സ്വസ്ഥതയും തരാത്ത തന്റെ പ്രിയതമൻ നന്നായി കാണണമെന്ന സ്വപ്നത്തോടുകൂടെ യാത്രയച്ച ആ പെണ്ണിന് വെറും കൈയോടുകൂടെ പഴയ കോലത്തിൽ തന്നെ മൂപ്പരാളെ തിരിച്ചു പോണത് സഹിക്കാൻ വയ്യായിരുന്നു. ഒരൊറ്റ വാക്ക് പറഞ്ഞു, ഉസ്താദെ തിരിച്ചുവിട്ടാൽ ഞാൻ ആത്മഹത്യയോടെ എത്തുമ്പോഴേക്കെന്ന്. ഞാൻ പിന്നെയും മഅദിനിലേക്ക് തന്നെ വന്നു. ആ മനുഷ്യൻ ഇന്ന് കച്ചവടം നടത്തി അദ്ദേഹത്തിന്റെ കുടുംബം പോറ്റുന്നുണ്ട്. ഇത് ഞാൻ കഥയിൽ വായിച്ചതല്ല, എൻ്റെ അനുഭവമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് എത്ര എത്താൻ പറ്റും, അവിടെയൊക്കെ എത്തിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോട് നന്നായിട്ട് ചോദ്യം ചെയ്യും. ഇവിടെ ഭൗതികമായ കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ വിദ്യാഭ്യാസത്തിന് എതിരൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് അനുഭവം കൊണ്ട് തിരിഞ്ഞതാണ്, ബോധ്യപ്പെട്ടതാണ്. വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം, വേണ്ട വിധത്തിൽ തന്നെ നൽകണം.
പക്ഷേ അതിന് ആത്മികമായ പശ്ചാത്തലത്തിലായാൽ നമ്മുടെ മക്കൾ രക്ഷപ്പെടും. രണ്ട് ലോകത്തും അവർ വിജയികളാകും. പുതിയ ക്യാമ്പസുകളെ കുറിച്ച് എനിക്ക് പറയാൻ ധാരാളമുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പെൺമക്കളടക്കം നിരവധി പേർ മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാണ്. പുതിയ ക്യാമ്പസിൽ ക്യാൻറ്റീൻ നടത്തുന്ന ചില ആളുകളൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികൾ ചില പൊതികൾ കൊടുന്ന് പിടിക്കാൻ തരും. ആദ്യമൊന്നും ഞങ്ങൾ അത്ര പ്രത്യേകമായി ഗൗനിച്ചില്ല. പിന്നെ ഞങ്ങൾക്കൊരു സംശയം തോന്നി, തുറന്നു നോക്കുമ്പോൾ കഞ്ചാവായിരുന്നു എന്ന്. ആ ചെറുപ്പക്കാരൻ എറണാകുളത്ത് നിന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു സിഗരറ്റോ ഒരു വീഡിയോ വലിക്കാത്തയാളാണ് ആയിരുന്നു. പക്ഷേ ഇവരുടെ ക്യാൻറ്റീനിൽ ഇവർക്ക് ഫുഡ് സപ്ലൈ ചെയ്ത് ഇവർ വലിച്ചൂതിയ പുകച്ചുരുളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എനിക്ക് ആ ബീഡി വലിക്കാതെ ഒരു നിമിഷം നിൽക്കാൻ പറ്റാതെയായി. ഞാനതിന്റെ അഡിക്റ്റായി. നിക്കോട്ടിനുള്ളിലേക്ക് പോകാതെ എനിക്ക് ബാലൻസ് തെറ്റി തുടങ്ങി. ഇതൊരു ക്യാമ്പസിന്റെ അവസ്ഥ ഒന്നുമല്ല, ഏതെങ്കിലും പ്രത്യേക ക്യാമ്പസിനെ ഉന്നം വെച്ച് ഞാൻ പറയുന്നതുമല്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ നാടുകളിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പരിസരത്തും നടക്കുന്നതെന്നും ദൂരെ നിന്ന് വീക്ഷിച്ചു നോക്കുക. വലിയ പ്രതീക്ഷകളുമായി മെട്രോ സിറ്റികളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്നവർ അവരേത് ഹോസ്റ്റലിൽ പാർക്കുന്നു കൃത്യമായി അവർക്ക് ബോധം ഉണ്ടാവില്ല. എന്ത് കോഴ്സ് പഠിക്കുന്നു അതുപോലും അറിയില്ല. അവരുടെ ജീവിതം എന്താണ് അറിയില്ല. നന്നായിട്ട് ലാവിഷായിട്ട് അവർക്ക് പാറി പറക്കണം. ആണും പെണ്ണും ഭേദമില്ലാതെ അതിനുവേണ്ടി അവർ പണം സ്വരൂകൂട്ടാനുള്ള എല്ലാ പരിപാടികളും വൃത്തികേടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മുതല്ലിങ്ങളൊക്കെ പാടെ സാക്ഷി നിർത്തിയിട്ട് പണ്ഡിതന്മാരുടെ 2-3 നിരയും ബാക്കിൽ വെച്ചിട്ട് അത് വിസ്തരിച്ച് പറയാൻ എനിക്ക് വ്യക്തിപരമായി ചില പരിമിതികളുണ്ട്. പണം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടി അവർ നടത്തുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാകുന്നുണ്ടാകും. എന്നിട്ട് ഞങ്ങൾക്ക് വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുന്നു. കേരളത്തിലെ പെൺകുട്ടികളുടെ ഒരു ട്രെൻഡാണ് ഇപ്പം അത്. ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് അഡിക്റ്റുകളാണ്. വിവാഹം വേണ്ടാൻ തീരുമാനിക്കുക. എന്തേ കാര്യം? വിവാഹമൊക്കെ ആകുമ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ വേണ്ടി വരും. ഇത് അവർക്ക് ആടണം, പാടണം, പറക്കണം, ചേക്കേറണം, പണം സ്വരൂകൂട്ടണം. അതിനെന്തെങ്കിലുമൊക്കെ ഒരു മാർഗം വേണം. ലഹരിയുടെ മായാലോകത്ത് അവർക്ക് ചുറ്റിക്കറങ്ങണം, സങ്കല്പ ലോകത്ത് വിരാജിക്കണം. ഇതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ റെഡിയാണ്. ആക്ഷേപിക്കാനല്ലത് പറയുന്നത്. എന്റെ മുമ്പിൽ മക്കൾ നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധിയായ രക്ഷിതാക്കളുണ്ട്, പ്രത്യേകിച്ച് ഉമ്മമാരും സഹോദരിമാരുണ്ട്. എങ്ങനെയാവണം നമ്മുടെ മക്കൾ, അതിലേറെ എങ്ങനെയാവരുത് നമ്മുടെ മക്കൾ എന്നത് വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിരന്തരമായി അവരുടെ പിറകെ കൂടേണ്ടതുണ്ട്. അവരുമായുള്ള ബന്ധം നമ്മൾ ഊട്ടി വളർത്തേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചില അലസതകളുണ്ട്, നമ്മളതിന് ന്യായം പറയും. അവനെ 5 വരെ മദ്രസക്ക് വിട്ടില്ലേ, 7ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചില്ലേ, ഇനി അവനായി അവന്റെ പാടായി എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കഴുകാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് അർഹതയില്ലെന്ന് മനസ്സിലാക്കണം. സയ്യിദ്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതനാണ്. ഫിഖ്ഹ് അറിയുന്ന വലിയ 4 പണ്ഡിതന്മാർ, 4 അബ്ദുള്ളമാർ ചരിത്രത്തിലുണ്ട്. അതിൽ ശ്രദ്ധേയനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ. ഒരു ദിവസം നബിയോടൊത്തുള്ള യാത്രയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുതിര അള്ളാഹുവിന്റെ റസൂലിന്റെ കുതിരയുടെ മുന്നിലേക്ക് ഓടി അതിന്റെ മുന്നിലൂടെ അങ്ങോട്ട് പാഞ്ഞു പോകുന്നു. സയ്യിദ്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ എവിടെ നിന്നോ പെട്ടെന്ന് അവിടെ എത്തി ആ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് വട്ടം ചുറ്റിച്ച് ആ നിരയുടെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പണ്ഡിതനായ മുത്തബിഉസ്സുന്നയായ 4 മദ്ഹബുകൾ 4 അബ്ദുള്ളമാരിലേക്ക് ചെല്ലുന്നുവെന്നാണ് സൂക്ഷ്മമായ പഠനം. അതിലൊരു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന തന്റെ പുത്രനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലൂടെ കുതിരയോടിക്കാൻ, വാഹനം ഓടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്ന് ശക്തമായ ഭാഷയിൽ സയ്യിദ്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്. വിനയത്തോടുകൂടെ, ഭവ്യതയോടുകൂടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മറുപടി പറഞ്ഞു, പിതാവേ ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ഹബീബായ നബി തങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് എൻ്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യിപ്പിച്ചതല്ല. പരിശീലനം പൂർത്തിയാകാത്തൊരു കുതിരയാണ്, അതെന്റെ നിയന്ത്രണം ഭേദിച്ചോടിപ്പോയതാണ്. എന്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ അത് ഓടിപ്പോയതാണ്. സയ്യിദ്ന ഉമർ ഫാറൂഖ് തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കുതിരയും മറ്റു ജന്തുക്കളും ഇല്ല. അവിടുന്ന് തലതിരിച്ചുകൊണ്ട് കൊന്നു ബാക്കിലാക്കി വെച്ചു. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വലിയ പണ്ഡിതനായ തന്റെ മകനിൽ നിന്ന് ചെറിയൊരു അദബുകേട് പോലെയുള്ളത് സംഭവിച്ചപ്പോ അവനെ ശക്തമായ ഭാഷയിൽ തിരുത്താൻ സയ്യിദ്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തയ്യാറാകുന്നു.
ഇതാവണം നമ്മുടെ ജീവിതം. 5 കൊല്ലം മദ്രസ പഠിച്ചില്ല, ഇനി അവന്റെ പാടായി എന്ന് പറയരുത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, വാപ്പമാരെ, നമ്മുടെ മക്കളോടൊപ്പം ഒരു അരമണിക്കൂറെങ്കിലും ചേർന്നിരിക്കാനുള്ള സമയമെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം ദിവസവും. അതുകൊണ്ട് അവരോടൊപ്പം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. ആടിയാണോ വരുന്നത് എന്ന് അറിയാൻ പറ്റും. അവർ ഭക്ഷണം എടുത്തിട്ട് ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. സാധാരണ കാണുന്ന ഒരു ഭക്ഷ്യപദാർത്ഥത്തെ അവർ സൂക്ഷ്മമായി ഗവേഷണം നടത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഉള്ളിൽ എന്തോ ഒരു ലഹരി പെട്ടിട്ടുണ്ടെന്ന്. ഇതാദ്യമായി കണ്ണിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് വിഷമദ്യ ദുരന്തം, 100 പേരുടെ കാഴ്ച, 200 പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ പേപ്പറിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിതാവിന്റെ മുഖത്തൊന്നും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കണുണ്ടേ ഉള്ളിൽ എന്തോന്ന് കുടുങ്ങിക്കണെന്ന് പറയണം. പണ്ടത്തെ പോലെ പ്രിയപ്പെട്ട ഉമ്മമാരെ കണ്ണ് ചുമന്ന് വരൂല. നല്ല ശക്തമായ ഐ ഡ്രോപ്സുകൾ കണ്ണ് ഡോക്ടർ പ്രത്യേകമായി പരിശോധിച്ച് എഴുതി കൊടുക്കുകയും അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ അത്ര തുള്ളി മാത്രം കണ്ണിലുറ്റിക്കേണ്ട ആ സാധനം 8ഉം 10ഉം തുള്ളി ഇറ്റിച്ച് കണ്ണിന്റെ ചുമപ്പ് കഴുകിക്കളഞ്ഞാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. പഴയ പോലെ മദ്യത്തിന്റെ മണം വരൂല. 4ഉം 5ഉം വീതം ചുയിങ്കം തിന്ന് ആ മദ്യത്തിന്റെ മണത്തെ മൂടി വെച്ചാണ് അവർ കടന്നു വരുന്നത്. പിന്നെ നമുക്ക് ആകെ അറിയാനുള്ള ഒരു മാർഗം അവരുടെ പ്രവൃത്തിയിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ്. അതിന് നമ്മളവരൊറ്റൊരു ബന്ധമല്ലാതായാൽ, നമ്മളവരോടൊരു ബന്ധമല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? അവരോടൊപ്പം ഇരിക്കണം, സംസാരിക്കണം, അവരുടെ സുഹൃത്തുക്കളെ കുറിച്ച് പഠിക്കണം, അവരെങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് നോക്കണം, അവരുടെ ജോലി എന്താണെന്ന് പ്രത്യേകമായി അന്വേഷിക്കണം. കൂടുതൽ അവരുടെ അധ്വാനത്തിനപ്പുറമുള്ള പണം അവരുടെ കയ്യിൽ വരുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ സൂക്ഷ്മമായി നമ്മുടെ മക്കളെ പിറകെ നടക്കാനും പരലോകത്ത് നമ്മളോടൊപ്പം സ്വർഗത്തിലെത്തുവോളം അവരെ പിന്തുടരാനും ബാധ്യസ്ഥരാണ് നമ്മൾ. ഞാൻ ഇനി ഇങ്ങനെ വിസ്തരിച്ച് പറയണ്ടല്ലോ നമ്മുടെ നാടിന്റെ ചില അനുഭവങ്ങളെ കുറിച്ച്. മാതാവും പിതാവും മക്കളും സഹോദരന്മാരും സഹോദരിമാരും ഒന്നിച്ച് പറയാൻ പറ്റാത്ത, ചർച്ച ചെയ്യാൻ പറ്റാത്ത ചില സംഗതികളുണ്ട്. ആ ഒരു മറ സൂക്ഷിക്കാൻ നമ്മൾ ഇതുവരെയും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഒന്നിച്ച് സിനിമ കാണുമ്പോൾ ആ മറക്ക് അങ്ങോട്ട് പോകും. മാതാവും പിതാവും മക്കളും ഒന്നിച്ചു ചേർന്ന് സംസാരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്നിച്ച് സിനിമ കാണുമ്പോൾ അതൊക്കെ പോകും. പിന്നെ ഇതെന്റെ സഹോദരിയാണെന്ന് ബോധം വരാതെ ഏതോ ഒരു അന്യപെണ്ണാണെന്ന് കരുതി സഹോദരിയെ സമീപിക്കുന്നവർ വർദ്ധിച്ചു വരുന്നു. ചില പ്രമാദമായ കേസുകൾ, ബലാത്സംഗ കേസുകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലീസ് ഓഫീസർമാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാത്തതെന്നും ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരുന്നതെന്നും വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ചില പോലീസ് ഓഫീസർമാർ നടത്തുന്ന ഒരു പത്രസമ്മേളനമുണ്ട്. നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ത്യ മൊത്തം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നാണം കൊട്ടൊരു കേസായിരുന്നു. അത് നമുക്കറിയാം, ഞാൻ വിസ്തരിക്കല്ല. രാത്രി സിനിമയും കഴിഞ്ഞ് തന്റെ ബോയ് ഫ്രണ്ടിനോടൊപ്പം വരുമ്പോ 5 പേർ ചേർന്നാണ് ബസ്സിലിട്ട ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്തത്. വിദേശ ചികിത്സ വരെ ഗവൺമെന്റ് നടത്തിയിട്ടും ആ പെണ്ണ് മരിച്ചുപോയി, ആ സ്ത്രീ മരിച്ചുപോയി. ഈ സീസണിൽ പത്രസമ്മേളനം നടത്തിയ മെയിൻ പോലീസ് ഓഫീസർമാർ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും കൂടുതലുള്ള ലൈംഗികമായ അതിക്രമങ്ങൾ ഗാർഹിക പീഡനങ്ങളാണ്. എന്താ ഗാർഹിക പീഡനങ്ങൾ? വീട്ടിൽ നിന്ന് സംഭവിക്കുന്നത്. പിതാവും വല്ലിപ്പയും അമ്മാവനും എളാപ്പയും ജ്യേഷ്ഠനും അനുജനും അണിയാക്കയും നടത്തുന്നത്. പോലീസ് ഓഫീസർ ചോദിക്കുകയാണ്, ഒരു പിതാവും മകളും ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ എന്ത് റോളാണെന്ന്. ഒരു സഹോദരനും സഹോദരിയും ഒന്നിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ എന്ത് ശ്രദ്ധിക്കാനാണെന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഗാർഹിക പീഡനങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യത്വം എവിടെ പോയി എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. സ്വന്തം പെങ്ങളെയും സ്വന്തം മകളെയും സ്വന്തം ഉമ്മയെയും ഒക്കെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗപ്പെടുത്തണമെന്നും അത് നല്ലൊരു ജൈവികമായ പരിണാമമാണെന്നും പഠിപ്പിക്കുന്നവരും ക്ലാസ് എടുക്കുന്നവരും നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. ലിറ്റ്മിസിന്റെ 2 വർഷം മുന്നേയുള്ള പതിപ്പിൽ കോഴിക്കോട് വെച്ച് മതരഹിതരായ ആളുകളൊക്കെ കൂടെ ചേർന്ന് അവരുടെ കോട്ടയത്തുകാരനായ ഒരു നേതാവ് ക്ലാസ് എടുത്തത് ഇൻസിസ്റ്റിന്റെ പോരിശയെ കുറിച്ചായിരുന്നു.
എന്താ ഇത്? അഗമ്യഗമനം എന്ന് മലയാളം. എന്ന് വെച്ചാൽ അടുത്ത രക്തബന്ധമുള്ള, നേരത്തെ പറഞ്ഞ സഹോദരിയോടും മാതാവിനോടും മകളോടുമൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഗുണത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവരുടെ ഗ്രന്ഥങ്ങളുണ്ട്. പീറ്റർ സിംഗറിനെ പോലെയുള്ളവരുടെ പ്രാക്ടിക്കൽ എയ്റ്റിസം എന്ന പുസ്തകത്തിലൊക്കെ ഇതാണ് കാര്യമായി ചർച്ച ചെയ്യുന്നത്. അത്തരം വൃത്തികേടുകളും അത്തരം ദുഷിച്ച ആശയങ്ങളും നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും അത് പ്രചരിപ്പിക്കാനും ക്ലാസ് എടുക്കാനും തയ്യാറാകുന്നവർ പോലും നമ്മുടെ ഇടയിലും നമ്മുടെ കാലത്തും ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ താത്വികമായ പിന്തുണ കിട്ടുന്നതോടുകൂടെ സിനിമ വരുന്നു പ്രലോഭിപ്പിക്കാൻ. മദ്യവും മയക്കുമരുന്നും അവരെ മനുഷ്യരല്ലാതെയാക്കി മാറ്റുന്നു. സിനിമയും അതുപോലെയുള്ള വൃത്തികെട്ട വീഡിയോകളും കണ്ട് ഇമോഷണലി ചൂടായി നിൽക്കുന്നവന്റെ മുന്നിൽ മയക്കുമരുന്നിന്റെ സ്വാധീനം കൂടി എത്തുമ്പോ ഇതെന്റെ പെറ്റമ്മയാണെന്ന ബോധത്തിൽ നിന്ന് അവൻ മാറുന്നു. ഇതെന്റെ പെങ്ങളാണെന്ന ശ്രദ്ധയിൽ നിന്ന് അവൻ മാറി സഞ്ചരിക്കുന്നു. അവന്റെ മുന്നിൽ രണ്ടുപേരും കേവലം സ്ത്രീകൾ മാത്രം. അങ്ങനെയാണ് സ്വന്തം മകനെ കൊണ്ട് കാസർഗോട്ടിലെ ഒരു മാതാവിന് ഗർഭം പേറേണ്ടി വരുന്നത്. അങ്ങനെയാണ് നിരവധി സഹോദരിമാർക്ക് അവരുടെ സഹോദരന്മാരിൽ നിന്ന് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാൻ പ്രലോഭിതനായി പോയി എന്നാണ് കൗൺസിലറുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്. അച്ഛൻ കയ്യും പിടിച്ച് മോളെയും കൊണ്ട് അബോർഷന് ചെല്ലുന്നു ഒരു ആശുപത്രിയിലേക്ക്. അത് പാടില്ലെന്നും പറഞ്ഞ് കൗൺസിലിംഗ് കൊടുക്കുന്നു. ആ സമയത്ത് അച്ഛൻ പറയുന്നത്, ഇത് ഞാൻ സംരക്ഷിക്കാം, പ്രസവിക്കാൻ സമ്മതിക്കാൻ ചെയ്യാം, ഇത് എന്റെ മോളാണ്. ഇവൾക്ക് ഈ സംഭവം ഉണ്ടായത് അവന്റെ സ്വന്തം സഹോദരനിൽ നിന്നാണ്, എന്റെ മോനിൽ നിന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരനെ വിളിച്ച് കൗൺസിലർ സംസാരിക്കുകയാണ്. ആ സമയത്ത് അവൻ പറഞ്ഞത് ഒരു പ്രമുഖമായ വാരികയിൽ വന്നിരുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, അന്ന് പപ്പയില്ലായിരുന്നു വീട്ടിൽ, മമ്മിയില്ലായിരുന്നു വീട്ടിൽ, ഞാനും സിസ്റ്ററും ഒന്നിച്ച് സിനിമ കാണാനിരുന്നു. സിസ്റ്റർ സ്ലീവ്ലെസ് ആയ ഒരു ടീഷർട്ടായിരുന്നു ധരിച്ചത്, ഒരു ട്രൗസറും. ഞാനും ഒരു ബർമൂഡ ഇട്ടായിരുന്നു. ആ സിനിമ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലുള്ള നായകനും നായികയും കളിക്കുന്ന കളി കണ്ട് സാറേ ഞാൻ പ്രലോഭിതനായി പോയി എന്നാണ്. സാറേ ഞാൻ പ്രലോഭിതനായി പോയി. തൊട്ടടുത്തിരിക്കുന്നത് എന്റെ പെങ്ങളാണെന്നവൻ തൽക്കാലത്തേക്കെങ്കിലും മറന്നുപോയി. അവൻ യുക്തിവാദിയായി എന്നർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. മുഅ്മിനായിട്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. ആ നിമിഷത്തേക്ക് അവൻ യുക്തിവാദിയായി മാറുന്നു. ആ നിമിഷത്തേക്ക് അവൻ യുക്തിവാദിയായി മാറുന്നു. മതത്തിന്റെ ധാർമ്മിക ശീലുകൾ മാറ്റിവെക്കുന്നു. ലാ തഖ്റബുസ് സിന, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്ന ഖുർആനിന്റെ വാക്യം അവൻ മറന്നു പോകുന്നു. അവൻ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നല്ലൊരു സന്ദർഭം, നല്ലൊരു ചാൻസ്, ഞാൻ എന്തിനിത് ഒഴിവാക്കണമെന്ന് അവൻ വിചാരിക്കുന്നു. യുക്തിയെ പ്രമാണമാക്കി പരിശുദ്ധ റസൂലിന്റെ വചനങ്ങളും ഖുർആനിന്റെ വാക്യങ്ങളും ഉപേക്ഷിച്ച് ആത്മീയതയിൽ നിന്നും മതത്തിൽ നിന്നും മാറി തൽക്കാലത്തേക്ക് അവൻ യുക്തിവാദിയായി മാറുന്നു. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. മുഅ്മിനായി കൊണ്ട് ഒരുത്തന് വ്യഭിചരിക്കാൻ കഴിയില്ല, അവൻ യുക്തിവാദിയായാണ് വ്യഭിചരിക്കുന്നത്. കള്ളിനെ കുറിച്ച് മുത്തറസൂൽ അത് തുറന്നു പറയുന്നുണ്ട്. വലാ യശ്രിബുൽ ഖംറ ഹീന യശ്രിബുഹാ. കള്ളു കുടിക്കുന്നവൻ ആ കുടിക്കുന്ന സന്ദർഭത്തിൽ മുഅ്മിനല്ല. മുഅ്മിനാണെങ്കിൽ സൂറത്തുൽ മാഇദയുടെ 90-ാമത് വചനം അവന്റെ മനസ്സിലുണ്ടാകും. ഇന്നമൽ ഖംറു വൽ മൈസിർ, ചൂതാട്ടവും കള്ളും നിഷിദ്ധമാണെന്നും ഫഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കുന്നില്ലേ എന്ന ഖുർആനിന്റെ മനോഹരമായ ആ ഒരു ചോദ്യം അവന്റെ മനസ്സിൽ തളം കെട്ടി നിൽക്കും. അവൻ അതിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെയാണ് മദീന തെരുവിലൂടെ ഈ സൂക്തം ഇറങ്ങിയപ്പോൾ മദ്യത്തിന്റെ പുഴകൾ ഒഴുകിയത്. സിനിമ പ്രലോഭിപ്പിക്കുമ്പോൾ മതത്തിൽ നിന്ന് മാറി യുക്തിവാദത്തിലേക്ക് എത്തുന്നു, തൽക്കാലത്തേക്കെങ്കിലും. ദാർശനികമായി അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ പോലും യുക്തി അവൻ പ്രമാണമാക്കുന്നു, പ്രാധാന്യം കൊടുക്കുന്നു. ഇങ്ങനെ സിനിമ മുതൽ സീരിയൽ വരെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുമ്പോ, മദ്യപാനത്തിന് പ്രേരിപ്പിക്കുമ്പോ, മലയാളികൾ ഇങ്ങനെ മരിക്കണമോ എന്ന പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, പഴയ പോലീസ് ഓഫീസർ ഷിബി മാത്യു തയ്യാറാക്കിയത്. അതിന്റെ ന്യൂ എഡിഷനും ഈയിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുതിയ കണക്കുകളെല്ലാം വെച്ച് പഴയ കണക്കുകളൊക്കെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടുള്ള പതിപ്പ്. അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിൽ ആത്മഹത്യയുടെ പ്രധാന കാരണം മദ്യപാനമാണെന്ന്. കേരളത്തിലെ ആത്മഹത്യയുടെ പ്രധാന കാരണം മദ്യപാനമാണെന്ന്. സിനിമ കണ്ടങ്ങിരിക്കുന്ന മോന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ മദ്യപിക്കണമെന്ന് സിനിമയിലെ നടൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. കയറിട്ട് കെട്ടിത്തൂങ്ങണമെന്ന് സിനിമയിലെ നടി പഠിപ്പിച്ചു കൊടുക്കുന്നു.
ഇവരെ അനുകരിക്കുന്നവർക്ക് മറ്റ് ജീവിത വീക്ഷണങ്ങൾ ഇല്ലാതെയാകുന്നു. എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് ജീവിതം തന്നെ അവർ അവസാനിപ്പിക്കുന്നു. ഇത്തരം പ്രലോഭനങ്ങൾ സിനിമയായാലും സീരിയലായാലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം സന്ദർഭത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ നമ്മുടേത് തന്നെയാവണം. നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളാവരുത്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും മക്കളും ചിലപ്പോൾ ഫിത്നയായി മാറിയേക്കും. ഫിത്നയായി മാറാതെ നമ്മുടെ വാർദ്ധക്യത്തിലും നമ്മുടെ എല്ലാ നിമിഷത്തിലും നമുക്ക് താങ്ങും തണലുമാവാൻ, മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിന്റെ മുന്നിൽ വന്ന് ഹൃദയം പൊട്ടിക്കൊണ്ട് അർത്ഥമായ ഭാഷയിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ എൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, എൻ്റെ ഉപ്പയാണിത്, ഞാൻ വലുതായി വളരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത മനുഷ്യൻ, അദ്ദേഹത്തിന് ഇനി പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന നല്ല ആത്മീയ സന്താനമായി മാറാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മഅ്ദിൻ സ്ഥാപനങ്ങളുമായൊക്കെ നിരന്തരമായി ബന്ധപ്പെടുക, മക്കളെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ വന്നാൽ നമുക്ക് അവരെ നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷ വെക്കാം, അവരിൽ നിന്ന് വിജയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയുമാവാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ വേദിയിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും പടച്ച റബ്ബ് എല്ലാ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ, നമ്മുടെ മക്കൾ പരമ്പരയെ ഖിയാമത്ത് നാൾ വരെയും ഒരാൾ പോലും വാസിഖാവാതെ, ഒരാൾ പോലും രിദ്ധത്തിലെത്താതെ, ഒരാൾ പോലും ബിദ്അത്തുകാരാവാതെ പടച്ച റബ്ബെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും പരിമിതികളും നീ തീർത്തു തരണേ റഹ്മാനെ. നിരവധിയായ പ്രോഗ്രാമുകൾ നടക്കാനിരിക്കുന്നുണ്ട്. നമ്മുടെ മദ്ഹ് പാരായണവും ബുർദയൊക്കെ നടക്കാനിരിക്കുന്നു. എല്ലാം ആസ്വദിച്ച് ആത്മീയമായ സദസ്സിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ച് പ്രാർത്ഥനാപൂർവം വേണം പിരിഞ്ഞു പോവാൻ. അള്ളാഹു നമ്മയൊക്കെ ഇരുലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.